കമ്പി കൊടുന്നില്ല കണ്ടില്ല ഇവിടെ. അല്ല അങ്ങനെയല്ല അത് ഇത് വീഴില്ലല്ലോ അതൊക്കെ സെറ്റാക്കില്ലേ കുറച്ച് കല്ലിൽ വെച്ചിട്ടല്ലോ ബാക്കി ഇത് ദൈവമേ ദൈവമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ക്ഷേത്രങ്ങളോ ദേവപ്രതിഷ്ഠകളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് മനുഷ്യരുടെ വിശപ്പ് മാറില്ല എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്. അതായത് മതം കൊണ്ട് മനുഷ്യൻ്റെ വിശപ്പ് മാറില്ല എന്ന് ആത്യന്തികമായി പറയുന്ന ആൾ തന്നെയാണ് നമ്മൾ. എന്നിരുന്നാലും പല ഉച്ചനീചത്വങ്ങളും ആരംഭിച്ചത് ക്ഷേത്രമെന്നും ദൈവമെന്ന പദ്ധതികളിൽ നിന്നും സങ്കല്പങ്ങളിൽ നിന്നാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദൈവത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഉച്ചനീചത്വം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ ഉത്തരവാദിയും ദൈവവും ദൈവത്തെ ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെയാണ്. ആ അർത്ഥത്തിൽ ഈ ശിവരാത്രി ദിനത്തിൽ നമ്മൾ ഈ കല്ലടിക്കോടൻ മണ്ണിൽ വെച്ചിരിക്കുന്ന ഭഗവാൻ ചണ്ടാളേശ്വരൻ എല്ലാ സമൂഹത്തെയും ഉൾക്കൊണ്ട്, ചണ്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് ചില ആളുകൾ ധരിക്കുന്ന താഴ്ത്തപ്പെട്ടവരുടെ പ്രതീകമായാലും ശരി, അല്ല ആധ്യാത്മിക മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന എല്ലാ ചിന്തകളും കത്തിത്തീർന്ന ആ ബോധമണ്ഡലത്തിലിരിക്കുന്ന
അവിടെ ഇരിക്കുന്ന ഭഗവാൻ പരമേശ്വരൻ എന്ന് പറയുന്ന ആത്യന്തിക ബോധമായാലും ശരി, ആ ചണ്ടാളനായാലും ശരി, ഏതർത്ഥത്തിൽ ഏത് തലത്തിലായാലും ശരി, ജ്ഞാനത്തിൻ്റെയോ കർമ്മത്തിൻ്റെയോ ചരിത്രത്തിൻ്റെയോ ഏതിൻ്റെ അടിസ്ഥാനത്തിലായാലും ശരി, അതിലെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ ചണ്ടാളേശ്വരനെ ഇവിടെ പല ഭാഗത്തുകൂടി ചണ്ടാളേശ്വരൻ സഞ്ചരിച്ച അവസാനം കല്ലടിക്കോടൻ മണ്ണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ശിവരാത്രി ദിനത്തിൽ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്ന ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊന്നുമല്ല, യാതൊരു ഉച്ചനിചിത്വം ഒരു സങ്കല്പങ്ങളും ഈ ഒരു ഭഗവാനെ അല്ലെങ്കിൽ ഈ ഒരു ദൈവീക സങ്കല്പത്തെ ആരാധിക്കാൻ ഉണ്ടാകാൻ പാടില്ല. വരുന്ന ഭക്തർക്ക് അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം, നിവേദ്യം, അവർക്കിഷ്ടപ്പെട്ട അവർ കഴിക്കുന്നത് എന്തോ, അവർ കഴിക്കാത്തത് കൊടുക്കാൻ പാടില്ല. അവർ കഴിക്കുന്നത് എന്തോ അതിവിടെ ഈ സന്നിധിയിൽ കഴിക്കാനാകണം. അതുപോലെ തന്നെ ആർത്തവം, മരണം, പ്രസവം തുടങ്ങിയിട്ടുള്ള വാലായ്മകളൊന്നും തന്നെ ഇവിടെ ബാധകമല്ല. സ്വന്തം ദേഹം ശുദ്ധിയാണെന്ന് അവനവനും തോന്നുകയും എന്നാൽ മറ്റുള്ളവർക്ക് ഇവരെ കൊണ്ട് ആ ശുദ്ധി എന്ന കാര്യത്തിൽ ഒരു തരത്തിൽ അവർ അർപ്പോ എളുപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സാമൂഹികമായിട്ടുള്ള മാന്യമായിട്ടുള്ള വൃത്തി പാലിച്ചുകൊണ്ട് ആർക്കും വന്ന് ആരാധിക്കാൻ പറ്റുന്ന കേന്ദ്രമായിരിക്കണം. വൃത്തിയില്ല എന്ന് തച്ചോടിക്കാൻ പാടില്ല. നമ്മളൊരാളുടെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും വൃത്തിഹീനത ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. കാരണം വൃത്തിയില്ലാതെ കാണുന്ന ചില ആളുകൾ അവധൂതന്മാരാണ്, അവധൂതകളാണെന്നൊക്കെ സങ്കല്പം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ നനയ്ക്കുന്നതായിരിക്കില്ല വ്യക്തി ആന്തരികമായ ശുദ്ധിക്ക് വേണ്ടിയുള്ള ഇത്തരം പ്രവൃത്തികളെല്ലാം തന്നെ എന്ന അർത്ഥത്തിൽ ഈ ഒരു വ്യവസ്ഥ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിത് ആ വസ്ത്രം പോലും നമ്മളിട്ടിരിക്കുന്ന വസ്ത്രം ഒരു നമ്മളെ സാമൂഹിക വസ്ത്രത്തിൽ മോഡേൺ വസ്ത്രം, ഒരു പുരോഹിതൻ്റേതായിരിക്കുന്ന വസ്ത്രവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഷവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളെ സംബന്ധിച്ച് പുറത്ത് വൃത്തിഹീനമായ സ്ഥലത്ത് ഉപയോഗിക്കുന്ന പാതുക, ചെരുപ്പ് ഉപയോഗിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. വൃത്തിയുള്ള ചെരുപ്പ് ഇനി ഭാവിയിൽ ഇതൊരു വളർന്നൊരു ക്ഷേത്രമാവുകയാണെങ്കിൽ വൃത്തിയുള്ള പാതകം ഇവിടേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പാതകങ്ങളുണ്ടെങ്കിൽ അത് ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ഇത്തരം കാര്യങ്ങൾ വൃത്തിയുള്ളതാണെങ്കിൽ ഇവിടെ മാത്രം ഉപയോഗിക്കാൻ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് വിരോധമില്ലാണ്. എല്ലാവർക്കും ചെരുപ്പിട്ട് എല്ലായിടത്തുകൂടി സഞ്ചരിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാലത്തിൻ്റെ, ദേശത്തിൻ്റെ, സമ്പ്രദായങ്ങളുടെയൊക്കെ ഒരു ഭേദങ്ങളും ഇല്ലാതെ എല്ലാവർക്കും ഒന്നായി ചേരാനും മനുഷ്യരെ മനുഷ്യരായി കാണുന്നൊരു സങ്കല്പമായിരിക്കണം. കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തെക്കോട്ടോ ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും നോക്കിക്കൊണ്ട് നമുക്ക് ചണ്ടാളേശ്വരനെ ആരാധിക്കാം. അതുപോലെ തന്നെ നിവേദ്യങ്ങൾ വെച്ചിട്ടോ പൂജാവിധാനത്തിലോ കർമ്മവിധാനത്തിലോ അല്ല നമ്മൾ നമസ്കാര വിധാനത്തിലോ ഏത് രീതിയിലോ നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ആരാധിക്കാം. ആരാധനകളെല്ലാം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ, മനുഷ്യത്വത്തിലേക്ക് നയിക്കാനുള്ളതാണ് എന്നതിനപ്പുറം മറ്റൊന്നിൽ കാണില്ല. അതുകൊണ്ട് ഭഗവാൻ ചണ്ടാളേശ്വരനെ ശിവരാത്രി ദിനത്തിൽ ഈ ജീവരാത്രി എന്നാണ് നമ്മൾ പറയുക. ജീവനുള്ള ദിവസമായി മാറ്റി ജീവൻ എന്ന് പറയുന്നത് ജീവശിവ എന്നാണ്. എല്ലാത്തിലും തുടിക്കുന്ന, എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ഈ കാണാതിലും എല്ലാം തുടിക്കുന്നത് ജീവനാണ്. ജീവനിൽ അന്യമായി മറ്റൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. പിന്നെ ഈ ജാതി മത ലിംഗഭേദങ്ങളെല്ലാം തന്നെ എന്താണ് അതിൻ്റെ സത്യത്തെ അറിയാത്തത് കൊണ്ടുണ്ടായതാണ്. ചില ആളുകൾക്ക് ഉയർന്നിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കുന്നതാണ്. അതിനെതിരാണ് നമ്മളുടെ പ്രവർത്തനം. അതുകൊണ്ട് അതിനെതിരെ തന്നെയാണ്. വഴി മാറാൻ അല്ലെങ്കിൽ നിങ്ങൾ മാറൂ എന്നാരെങ്കിലും പറയുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് ഭഗവാൻ ചണ്ടാളേശ്വരൻ നമ്മളുടെയൊക്കെ മരണശേഷവും ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ആരാണ് മാറേണ്ടത്? ആരും മാറേണ്ടല്ല. മാറാൻ പറയുന്നവരാണ് മാറേണ്ടത്. മാറേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതി തന്നെ മാറ്റിക്കോളും. ആ മാറ്റം അനിവാര്യമാണെങ്കിൽ അത് മാറുക തന്നെ ചെയ്യും. അതാ ഏറ്റവും വലിയ മാറ്റം വേണ്ടതാണ് മനുഷ്യഹൃദയങ്ങളിൽ ഇന്ന് നിൽക്കുന്ന ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, ലിംഗത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ, ഭാഷയുടെ, വേഷത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരുള്ള ഈ എന്താ പറയുക സംഘർഷങ്ങളും അതുപോലെ തന്നെ വിട്ടുനിർത്തലും മാറ്റിനിർത്തലും ഉച്ചനീചത്വങ്ങളും ഒക്കെ തന്നെയാണ്. അതെല്ലാം മാറി വരട്ടെ. ആ മാറാൻ വേണ്ടിയിട്ട് ഒരു സങ്കല്പത്തിൽ നമ്മളിവിടെ വെച്ചെന്ന് മാത്രം വീണ്ടും പറയുന്നു. മതങ്ങളും ദൈവങ്ങളും ഒന്നും ആരാധനകളൊന്നും തന്നെ മനുഷ്യൻ്റെ വിശപ്പ് മാറ്റില്ല. വിശപ്പ് മാറ്റാൻ നമ്മളിവിടെ ഇപ്പോൾ വയ്ക്കാൻ പറ്റില്ല. എന്നാൽ പോലും ദേഹമാണ് ദേവാലയം, പ്രാണനാണ് ദൈവം, കർമ്മമാണ് സാധന, ലയമാണ് സമാധി. നിങ്ങളുടെ തൊഴിലെടുക്കുക, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ നാട്, ഈ ലോകം അല്ലെങ്കിൽ ഈ രാജ്യം, ഈ ലോകം മുഴുവൻ എത്രത്തോളം നമ്മളെ കൊണ്ട് ഭംഗിയാക്കി നിർത്താൻ പറ്റുമോ അതുപോലെ നമ്മൾ എല്ലാ ശുദ്ധികളോടും കൂടി ഈ ഇതിനെയൊക്കെ നിർത്തിപ്പോൾ അതാണ് ദേഹമാണ് ദേവാലയം. അടുത്തത് എന്താണ്? പ്രാണനാണ് ദൈവം. നമ്മളുടെ ജീവനെ നശിപ്പിക്കുന്ന ലഹരിക്കോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കൾക്ക് അടിമപ്പെടാതെ ബുദ്ധിപൂർവ്വം നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ, വാഹനം ഓടിക്കുകയാണെങ്കിൽ, എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളെ രക്ഷിക്കുക. ദൈവം വന്ന് രക്ഷിക്കുന്ന ധാരണ വേണ്ട, മിഥ്യാധാരണ വേണ്ട. നമ്മളെ രക്ഷിക്കേണ്ടത് നാമാണ്. ആ നാം നമ്മളെ അറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. പ്രാണനാണ് ദൈവം. അടുത്ത കർമ്മമാണ് സാധന. നമുക്ക് എന്ത് തൊഴിലുമാകട്ടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, ചൂഷണം ചെയ്യാതെ, ആക്ഷേപിക്കാതെ, അവഹേളിക്കാതെ, ഒന്നും തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ചെയ്യുന്ന ഉപദ്രവം ഏത് രീതിയിലാണ്? വെറുതെ ഉപദ്രവം പറയില്ല, മറ്റു രീതിയിൽ ഉപദ്രവം ഇല്ലാത്ത, മറ്റുള്ളവർക്ക് ഉപദ്രവമായി തോന്നാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മാന്യമായി ഏത് ജോലിയുമാകാം ആ ജോലി എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അതാണ് ഏറ്റവും വലിയ പൂജനം. അതാണ് ഈശ്വര പൂജനം എന്ന് പ്രത്യേകം. അതാണ് കർമ്മമാണ്, ലയമാണ് സമാധി. പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയറായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിങ്ങളുടെ ബോധമണ്ഡലം ശാന്തമായിരിക്കും. അതുതന്നെയാണ് ലയം, അതുതന്നെയാണ് സമാധി എന്നാണ് നമ്മൾ ആത്യന്തികമായി പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർമ്മത്തിന് ഏറ്റവും പ്രാധാന്യം. കർമ്മം ഗുരു എന്ന് വേണം. സ്വധർമ്മവും സ്വകർമ്മവും അനുഷ്ഠിക്കുക. അതിനപ്പുറം മറ്റൊന്നുമില്ല. സ്വകർമ്മം സ്വധർമ്മം എന്ന് പറയുന്നത് ജന്മാധിഷ്ഠിതമല്ല. അത് നമുക്ക് ഓരോരുത്തർക്കും തൃപ്തികരമായ രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ ഭഗവാൻ ചണ്ടാളേശ്വരൻ എവരെയും ഗുരുസങ്കല്പത്തിൽ ഇരുന്നുകൊണ്ട് എവരെയും അനുഗ്രഹിക്കട്ടെ.
നമസ്തേ, ജയ് ഹിന്ദ്, വന്ദേ മാതരം. നേരെ നിൽക്കുന്നില്ലേ? കേക്ക് കിട്ടും കിട്ടും. ആദിമുത്ത സമാരംഭം ചണ്ടാളമുത്തമുത്തമ സദാചാര്യ വിദ്യം ചമന്തേ മുത്തമരം